എല്ലാവർക്കും നമസ്കാരം. അതുപോലെ തന്നെ നമ്മുടെ വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികൾ എല്ലാവരും വിശിഷ്ടാതിഥികളാണ്. നമ്മുടെ യുവാക്കളുടെ മുമ്പിൽ അഭിനയിച്ച എല്ലാവരും. കാരണം ആരെയും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. കാര്യം നമ്മളാരും ഇല്ലെങ്കിൽ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് വേദിയിലിരിക്കുന്നവരെ നമ്മൾ അതിൻ്റെതായ രീതി കാണണമല്ലോ. അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇത് 2 വാക്കെന്ന് പറഞ്ഞാൽ 2 വാക്കിൽ ഒതുങ്ങുന്ന കാര്യങ്ങളല്ല പറയാനുള്ളത്. അതുപോലെ കഷ്ടപ്പാട് സഹിച്ച് നമ്മുടെ മനുമാഷ കൊണ്ടെത്തിച്ച ഒരു വർക്കാണ് നമ്മുടെ യുവാക്കൾ മൂവി. നമുക്കൊരു പ്രൊഡ്യൂസർ ഇല്ലാതിരുന്നിട്ടും നമ്മളെല്ലാവരും അദ്ദേഹത്തോടൊപ്പം നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ സന്തോഷകരമായ ഈ നിമിഷത്തിൽ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും പങ്കാളികളാകാൻ സാധിച്ചു. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകുന്ന നല്ലൊരു സംഭവമാണ്. കാരണം ഇന്ന് നമുക്കറിയാം ഏതൊരു പടം നമ്മൾ പിടിക്കണമെങ്കിലും ഒരുപാട് പൈസ ചിലവുള്ള കാര്യമാണ്. സാമ്പത്തികമാണ് ഏറ്റവും മുൻപിൽ നിൽക്കുന്ന കാര്യം. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി വരുന്ന കാര്യങ്ങളെല്ലാം. ആർട്ടിസ്റ്റുകളുണ്ട്, അതുപോലെ നമുക്ക് ഒരു ലൊക്കേഷൻ, എല്ലാ കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് സാമ്പത്തികം വളരെ പ്രതിസന്ധിയാണ്. അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ഒരു സാധാരണക്കാരന് ഇവിടം വരെ എത്താൻ കഴിഞ്ഞു എങ്കിൽ അത് നമ്മളുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് എല്ലാവരോടും ആദ്യം തന്നെ ഈ വേദിയിൽ എനിക്ക് നന്ദി അറിയിക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇത് സുകന്യ പറഞ്ഞു, ചേച്ചി ഈ പടത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പേരെ ആർട്ടിസ്റ്റുകൾ തന്നു. ചെറിയ ചെറിയ ബന്ധങ്ങളൊക്കെ ഉണ്ട്. ആ ചെറിയ ബന്ധം വലിയ വലിയ ആളുകളായിട്ടാണ്. അപ്പോൾ ഒരാളെ തരാമോയെന്ന് ചോദിച്ചപ്പോൾ അതിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം, സാമ്പത്തികമായിട്ടൊന്നും കൊടുക്കാനുള്ള ഒരാളല്ല ഞാൻ. അതുപോലെ ഒരു സാധാരണക്കാരിയാണ് ഞാൻ. അതുകൊണ്ട് എന്നാൽ കഴിയുന്ന ആർട്ടിസ്റ്റുകളെ എനിക്ക് ഇവിടെ മനുമാഷിനെ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞു. അതുപോലെ എന്നെ വിളിക്കുന്ന എല്ലാ സമയങ്ങളിലും ഞാൻ ഓടിയെത്തിയിട്ടുണ്ട്. ഇന്നലെ എനിക്ക് വരാൻ കഴിഞ്ഞില്ല, നല്ല മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്നെ ഏൽപ്പിച്ചിട്ടുള്ള എല്ലാ വർക്കുകളും ഭംഗിയായിട്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. വിശ്വാസം അതാണ്. അപ്പോൾ ഏതായാലും എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഇവിടെ പാട്ട് പാടാൻ പറഞ്ഞു. പാട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പാടാം. വിനോദേട്ടൻ പാട്ടിൻ്റെ ആളാണ്. എന്നെ കണ്ടു കഴിഞ്ഞാൽ പാട്ട് പാടണം, അത് ഭയങ്കര പ്രശ്നമാണ്. ഞങ്ങൾ ഷൂട്ടിങ്ങിന് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് വണ്ടിയിൽ ഇരുന്ന ഇരേസി പാട്ട് പഠിക്കണം പറയും. വലിയ ഗായികയൊന്നുമല്ല, എങ്കിലും 2 പേര് പാടും. അപ്പം അതുപോലെ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മുടെ അസിസ്റ്റൻ്റായിട്ട് നമ്മുടെ ജോഷി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജോഷിയുടെ അഭാവത്തിൽ നമ്മുടെ ഈ പടം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സുകന്യ എല്ലാ രീതിയിലും സപ്പോർട്ടായിട്ടും അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടും എല്ലാ രീതിയിലും ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മുടെ ഈ വർക്ക് ഇവിടം വരെ എത്തിച്ചത്. അതുപോലെ എല്ലാവരോടും എനിക്ക് സന്തോഷമുണ്ട്. ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി സന്തോഷം അറിയിക്കുന്നു. നമ്മുടെ പടം വൻ വിജയമാകട്ടെ. ആകുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാരണം എത്ര ഇണങ്ങിയാലും ഞാനൊക്കെ ആ കൂട്ടത്തിലുള്ള പെട്ടെന്ന് പിണങ്ങണ ആളാണ്. പക്ഷേ എനിക്കങ്ങനെ മനസ്സിലങ്ങനെ ഒരു കടുംപിടുത്തമൊന്നുമില്ല. എങ്കിലും ഞാൻ പിണങ്ങണ ആളാണ്. മാഷിനോടും എല്ലാവരോടും അതും ഇതൊക്കെ പറഞ്ഞ് പിണങ്ങുന്ന ആളാണ്. പക്ഷെ എനിക്ക് ആരോടും വഴക്കില്ല. വഴക്ക് കൂടാൻ പാടില്ല. ഒരു ആർട്ടിസ്റ്റിന് വഴക്ക് കൂടാൻ പാടില്ല. കാരണം ഒരു ഫിലിം അത് നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കണമെങ്കിൽ അത് ആർട്ടിസ്റ്റിൻ്റെ കൈകളിലൂടെയാണ്, അവരുടെ അഭിനയത്തിലൂടെയാണ്, അവർക്ക് കൊടുക്കുന്ന വേഷത്തിലൂടെയാണ്. അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കണം, ഞാനും. അതുകൊണ്ട് എല്ലാവർക്കും നല്ലത് മാത്രം പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.